GST സ്ട്രക്ചറിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൊന്നാമത്തത് സ്ട്രക്ചറൽ റിഫോംസ് ആണ്. അതിൽ പ്രധാനമായി വരുന്നത് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ കറക്ഷനാണ്. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ അടയ്ക്കുന്ന GSTയേക്കാളും കുറവാണ് നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സെയിൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന GST. അങ്ങനെയാണെങ്കിൽ ആ എക്സസ് വരുന്ന GST അതാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ഡിഫറൻസ്. ആ ഒരു ഡിഫറൻസ് മുൻപൊക്കെ റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് അതിനൊരു പരിഹാരമായി ഈ ഒരു ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ റേറ്റ് കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് വാല്യൂ അഡീഷന് സഹായിക്കുന്നതാണ്. ഇതുപോലെ തന്നെ റീഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യേണ്ട ആവശ്യം ഇനി വരുന്നില്ല. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ആ ഒരു സിസ്റ്റം എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ കറക്ഷനാണ് പ്രധാനമായും വരുന്നൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ക്ലാസിഫിക്കേഷൻ ഇഷ്യൂസ് റിസോൾവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഇഷ്യൂസ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. അത് റേറ്റ് സ്ട്രക്ചർ അതുപോലെ തന്നെ പല ഡിസ്പ്യൂട്ട്സ് വരുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം സ്റ്റെബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. കുറേ കാലമായി, അതായത് GST തുടങ്ങിയത് മുതൽ GST സ്ട്രക്ചറിൽ GSTയുടെ ലോ അതുപോലെ തന്നെ GSTയുടെ എല്ലാ കാര്യങ്ങളിലും സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ആ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഇനി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. റേറ്റ്സും അല്ലെങ്കിൽ പോളിസി GSTയുടെ പോളിസിയിലൊക്കെ കുറേ ക്ലാരിറ്റി കൊണ്ടുവരാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. ഇതാണ് സ്ട്രക്ചറൽ റിഫോംസിനെ പറ്റി പറയാനുള്ളത്. പിന്നെയുള്ളത് റേറ്റ് റാഷണലൈസേഷനാണ്. അതിൽ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിത്യമായി ദിവസം ഉപയോഗിക്കുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഇതിനൊക്കെ റേറ്റ് കുറഞ്ഞ റേറ്റിൽ കൺസ്യൂമേഴ്സിന് കുറഞ്ഞ GST റേറ്റിൽ കൺസ്യൂമേഴ്സിന് ലഭിക്കാനായി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. അത് GST റേറ്റ് റിഡക്ഷൻ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 സ്ലാബ് GST റേറ്റിൻ്റെ സ്ലാബ് ഇപ്പോൾ വരുന്നത് 5%, 12%, 18%, 28% എന്നീ 4 സ്ലാബുകളാണ് GST റേറ്റിലുള്ളത്. അത് കുറച്ച് 2 സ്ലാബാക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡും മെറിറ്റും 2 സ്ലാബ്. സ്പെഷ്യൽ റേറ്റുകൾ വരുന്നത് വളരെ കുറച്ച് സെലക്റ്റഡ് ഐറ്റംസിന് മാത്രമായിരിക്കും. പിന്നെ മൂന്നാമത്തെ വരുന്ന കാര്യം കോമ്പൻസേഷൻ സെസ് GST കോമ്പൻസേഷൻ സെസ് അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ റേഷണലൈസേഷൻ, അതായത് റേറ്റ് റേഷണലൈസേഷന് ഈ ഒരു കാര്യം ഒരുപാട് സഹായിക്കും. പിന്നെ വരുന്നൊരു 1-2 കാര്യങ്ങൾ രജിസ്ട്രേഷൻ്റെ കാര്യമാണ്. GST രജിസ്ട്രേഷൻ പ്രോസസ്സ് ഈസിയാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 95% ആപ്ലിക്കൻസിനും 3 ദിവസത്തിനുള്ളിൽ GST രജിസ്ട്രേഷൻ കിട്ടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 6-7 ദിവസം എടുക്കുന്നുണ്ട് GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം GST രജിസ്ട്രേഷൻ കിട്ടാനായിട്ട്. ഇനി അത് കുറയ്ക്കാനുള്ള ഉദ്ദേശം ഗവൺമെൻറ്റിനുണ്ട്. പിന്നെയുള്ള രണ്ടാമത്തെ വരുന്നത് റിട്ടേണിനെ പറ്റിയാണ്. GST റിട്ടേണുകൾ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. അതായത് GSTR 3B ഇനി ഫ്രീസ് ചെയ്യാൻ പോവുകയാണ്. എന്തെങ്കിലും ചേഞ്ച് എൻട്രി വരുത്തണം എന്നുണ്ടെങ്കിൽ GSTR 1 എൻട്രി വരുത്തണം. അതുപോലെ തന്നെ കളക്ഷൻസൊക്കെ GSTR 1A വരുത്തണം. ഈ കളക്ട് ചെയ്തിട്ടുള്ള വാല്യൂസ് 3Bയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. ആ വരുന്ന വാല്യൂ ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാനുവൽ ഇൻ്റർവെൻഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ മിസ്മാച്ചസ് കുറയ്ക്കാനും അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ പല സാഹചര്യത്തിലും GSTR 1, GSTR 3B അല്ലെങ്കിൽ GSTR 2B, GSTR 3B എന്നീ റിട്ടേണുകളുടെ വാല്യൂസ് തമ്മിലുള്ള മിസ്മാച്ച് കാരണം ഒരുപാട് നോട്ടീസ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് അത് കുറയ്ക്കാനും ഈ നോട്ടീസ് കുറയ്ക്കുന്ന വഴി കസ്റ്റമേഴ്സിന്, അതായത് GST രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും.
പിന്നെ മൂന്നാമത്തെ കാര്യം റീഫണ്ടിനെ പറ്റിയാണ്. റീഫണ്ട് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു പരിപാടി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. പ്രധാനമായും എക്സ്പോർട്ടേഴ്സിനും അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ഉള്ളവർക്കും ആണ് റീഫണ്ടിൻ്റെ കാര്യം വരുന്നത്. അവരാണ് പ്രധാനമായും റീഫണ്ടിന് അപ്ലൈ ചെയ്യുന്നത്. റീഫണ്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കുറേ സമയം എടുത്തതിന് ശേഷമാണ് റീഫണ്ട് കിട്ടുന്നത്. ഈ പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്